നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പുതുമയേറിയ ഒരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ ആ ദിവസത്തെക്കുറിച്ച് നമ്മളുടെ മനസ്സിൽ ചില ആസൂത്രണങ്ങളൊക്കെ നടക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ അതിരാവിലെ തന്നെ മനസ്സ് അസ്വസ്ഥമാക്കുന്ന ചില സൂചനകളൊക്കെ കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലാണ് മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകുന്നത്. നമ്മുടെ മാനസികാവസ്ഥ മുഴുവൻ നശിക്കുന്നത് നമ്മളുടെ സമ്പത്തിനെ ചൊല്ലിയുള്ള ഒരു മാനസിക അവസ്ഥയിലാണ്. ഈ മാനസിക അവസ്ഥയിലുള്ളപ്പോൾ നമ്മൾക്ക് ലക്ഷ്മി ദേവി നമ്മൾക്ക് കാണിച്ചു തരുന്ന ചില സൂചനകളുണ്ട്. പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുകയാണോ അതോ നിങ്ങൾ നേടാൻ പോവുകയാണോ എന്നുള്ള ചില സൂചനകൾ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരുന്നുണ്ട്. ആ സൂചനകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മളുടെ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ രാവിലെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയാൽ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ വീഴുകയോ അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ പണം താഴെ വീണ് പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആശങ്കപ്പെടുന്നുണ്ട്. പണം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത വളരെ മുന്നിൽ കാണുന്നുണ്ട്. എന്നാൽ ഇത് സാമ്പത്തിക നേട്ടവുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു അടയാളമായിട്ടാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. ലക്ഷ്മി ദേവി കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ്. നിങ്ങൾക്ക് സമ്പത്ത് അധികരിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണിത്. നമ്മൾ അറിയാതെ പോക്കറ്റിൽ നിന്നൊക്കെ പണം എടുക്കുമ്പോൾ താഴേക്ക് ചാടിപ്പോവുകയും അത് തിരിച്ച് ലഭിക്കുകയും ചെയ്യണം. അങ്ങനെ ലഭിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ നാണയങ്ങൾ പോക്കറ്റിൽ നിന്ന് പോകുന്ന ഒരു കാര്യമുണ്ട്. അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. രാവിലെ എവിടെയെങ്കിലും പോകാനായിട്ട് നമ്മൾ പെട്ടെന്ന് കുളിച്ച് തയ്യാറായിട്ട് നമ്മൾ ഷർട്ടൊക്കെ എടുത്ത് നമ്മുടെ പോക്കറ്റിൽ നിന്നോ പേഴ്സിൽ നിന്നോ ഒക്കെ നാണയങ്ങൾ പെട്ടെന്ന് താഴേക്ക് നിലത്ത് വീഴുന്നുണ്ട്. ഇത് വളരെ നല്ലതാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ അന്നത്തെ ദിവസം ഏതിടപാടുകളിലും നമ്മൾക്ക് നേട്ടമുണ്ടാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഇനിയും ഇതിനായിട്ട് മനഃപൂർവ്വം നിങ്ങൾ നാണയം കൊണ്ടുപോയെന്ന് വെച്ച് രാവിലെ എടുക്കുമ്പോൾ താഴെ പോകുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാവില്ല. അത് പ്രത്യേകം ഓർമ്മയിൽ വേണം. നമ്മൾക്ക് അവിചാരിതമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചു പോകേണ്ടത്. ഇനിയും സമ്പത്തിന്റെ ശകനമായിട്ട് കണക്കാക്കുന്നത് നിങ്ങൾക്കൊരാൾ രാവിലെ പണം കയ്യിലേക്ക് തരികയാണ്. അത് നിങ്ങൾക്കത് കൈപ്പറ്റാൻ കഴിയാതെ അത് താഴേക്ക് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ശുഭമായി വരുമെന്നാണ് കണക്കാക്കുന്നത്. വരും ദിവസങ്ങളിലും ഇതുപോലെ പണം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ഇതിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തരുന്ന പണം കയ്യിൽ നിന്ന് വിട്ടുകളയരുത്. അവിചാരിതമായിട്ട് സംഭവിക്കേണ്ടതാണെന്ന് നമ്മൾ മേൽ പറഞ്ഞിരുന്നു. നമ്മൾ എല്ലാവരും കരുതുന്ന ഇതെല്ലാം താഴെ പോകുമ്പോൾ നമ്മൾക്ക് എന്തോ വലിയൊരു ആപത്ത് വരാൻ ഇരിക്കുന്നു എന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇത് നേരെ തിരിച്ചാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന സാധനങ്ങൾ വീണ്ടും നമ്മളിലേക്ക് വരുമ്പോൾ അത് നമ്മളുടെ ഭാഗ്യമായിട്ടാണ് കരുതേണ്ടത്. ഇനിയും നിങ്ങൾക്ക് രാവിലെ വഴിയിൽ കിടന്ന് പണം ലഭിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല ലക്ഷണമായിട്ട് കണക്കാക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിനാൽ ആ ലഭിക്കുന്ന തുക അതൊരിക്കലും ചെലവാക്കാൻ പാടില്ല. അത് സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കൂടാതെ വലിയ പണം നിറഞ്ഞ പേഴ്സൊക്കെ ആണെങ്കിൽ അത് ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കാനും ശ്രമിക്കുക. ഇതൊരു സൈൻ മാത്രമാണ് നിങ്ങൾക്ക് വഴിയിൽ നിന്ന് പണം കിട്ടുന്നത്. അത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് അന്യന്റെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ കാശാണ്. അത് നമ്മൾ തിരിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുക. അതൊരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യമാണിത്. ഏതെങ്കിലും പ്രത്യേകതയുള്ള നാണയങ്ങൾ വഴിയിൽ കിടക്കുന്ന കണ്ടാൽ അവ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. നാണയങ്ങൾ ലോഹത്തിൽ നിർമ്മിച്ചതും ഒരുപാട് പഴക്കവുമുള്ളതാണെങ്കിൽ അത്തരം നാണയങ്ങൾ നിങ്ങളുടെ പക്കൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ചില ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ വഴിയരികിലൊക്കെ കൊണ്ടുപോയെന്ന് ഈ നാണയത്തുട്ടുകൾ ഇടാറുണ്ട്. അപ്പോൾ അതാണെന്നും കരുതി ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിച്ചും പോകാറുണ്ട്. അഥവാ ഇനി നിങ്ങൾ ഈ നാണയത്തൊട്ടുകൾ നിങ്ങൾ ഒരു പ്രത്യേകത കണ്ട് എടുത്തെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്നെങ്കിൽ പനിനീരിലോ അല്ലെങ്കിൽ തുളസി തീർത്ഥത്തിലോ നിങ്ങളത് ഒരു മുഹൂർത്ത നേരം, അതായത് 48 മിനിറ്റ് നേരം ഇട്ട് വെച്ചതിന് ശേഷം സൂര്യപ്രകാശത്തിൽ അത് ഉണക്കിയെടുത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഊർജ്ജനില വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. പോസിറ്റീവ് എനർജി അതിലേക്ക് ആഗിരണം ചെയ്യുന്നതാണ്. ധനവുമായി ബന്ധപ്പെട്ട കുറച്ച് ശകുനങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.